ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റുഫാറി കിച്ചൻ്റെ റമദാൻ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് മലബാറുകളുടെ സ്വന്തം സ്പെഷ്യലായിട്ടുള്ള കോഴിവടൻ്റെ റെസിപ്പി കേട്ടോ. അപ്പോൾ മലബാറിൽ തന്നെ ഈ കോഴിവട പല സ്ഥലത്തും പല രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നമ്മളിവിടെ താന്നൂർ ഭാഗത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കോഴിവട എന്ന പേരാണെങ്കിൽ ഇത് ട്രഡീഷണലായിട്ട് ബീഫ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വീട്ടിൽ ബീഫ് വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ ഞാനത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എള്ളൊന്നും ഇല്ലാത്ത നല്ല ബീഫ് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വേവുള്ള ബീഫ് തന്നെയാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. പിന്നെ ഞാൻ 1/2 ടീസ്പൂണ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് കൈകൊണ്ട് ഇതുപോലെ നല്ലൊന്ന് കുഴച്ചെടുക്കണം. ഇനി അതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല വേവുള്ള ബീഫാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ അതുപോലെ 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതുകൂടെ ഒഴിച്ചെടുത്തിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 8-9 വിസിൽ വരുന്ന വരെ ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 9 വിസിൽ വന്നതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ബീഫിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ വറ്റിച്ചെടുക്കുക ചെയ്യുന്നത്. ഈ വെള്ളം നമ്മൾ ഒഴിവാക്കി ചെയ്തിട്ട് ഈ ബീഫിൽ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വറ്റിച്ചെടുക്കണം. ഇനി വേണ്ടത് നമ്മൾ പത്തിരി പരത്താൻ ആവശ്യമായിട്ടുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നല്ലൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ നെയ്യാണെങ്കിൽ നെയ്യ് ഒഴിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാട്ടോ ഒഴിച്ചെടുക്കുന്നത്. അതുകൂടെ ഒഴിച്ചിട്ടിട്ട് നല്ലൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കരുത്. അപ്പം മാവ് നല്ല ലൂസായി പോകും. ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതാ അത് മാവൊന്ന് നല്ല സ്മൂത്ത് ആവണ വരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുഴച്ചെടുത്ത മാവ് ഒന്ന് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കോഴിവടയ്ക്ക് ആവശ്യമായിട്ടുള്ള പരിപ്പൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ കടലപ്പരിപ്പ് ഇവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ടാണ് ഞാൻ അത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ വരുന്ന വരെ നമുക്ക് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം വെള്ളത്തിൽ ഇട്ടിട്ടില്ലെങ്കിൽ 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് ഉണ്ടാക്കുമ്പോൾ ഈ കടലപ്പരിപ്പ് എല്ലാവരും ഇടണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളിവിടെ വീട്ടിലുണ്ടാകുമ്പോൾ കടലപ്പരിപ്പ് ഇടലുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവലുണ്ട് കേട്ടോ കോഴിവടക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അതുപോലെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായി വന്നതിലേക്ക് ഞാൻ 4 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സവാള നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് രണ്ടും കൂടെ ചേർത്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയൊന്നും നമുക്ക് നല്ലൊന്ന് വാട്ടിയെടുക്കണം വെച്ചാൽ നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഇടാൻ കാരണം ഇത് ഉള്ളി വാടുന്നതനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി നല്ല മൂത്ത് വരണം കേട്ടോ. പച്ചമുളകും അതുപോലെ തന്നെ നല്ല മൂത്ത് വരണം. സാധാരണ നമ്മൾ ഇതുപോലെ മസാലകളൊക്കെ ഉണ്ടാകുമ്പോൾ ഉള്ളി വാടിയതിന് ശേഷമല്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുക്കൽ. കോഴിവടക്ക് നമ്മൾ അങ്ങനെയല്ല ചെയ്യണത്. ആദ്യം തന്നെ ഉള്ളിയുടെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല മൂപ്പിച്ചെടുക്കാട്ടോ ചെയ്യണത്. അപ്പോൾ അതുപോലെ ഞാൻ നല്ല മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഉള്ളി. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി കേട്ടോ. രണ്ടും ഞാൻ 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പൊടികളെ പച്ച സ്മെല്ലൊക്കെ പോണവർ ഇതുപോലെ നല്ലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റവ് ഇപ്പോഴൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ചേർത്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഉള്ളി വാട്ടുമ്പോഴും സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഉള്ളി വാട്ടിയെടുക്കണം. അപ്പോൾ അത് പൊടികളെ പച്ച സ്മെല്ലൊക്കെ പോണ പോലെ ഇതുപോലെ ഞാൻ നല്ല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ചേർത്തെടുക്കട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഗൾഫിലേക്കൊക്കെ ഈ കോഴിവട കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഈ കടലപ്പരിപ്പൊന്നും ചേർക്കില്ല. അപ്പോൾ ഉള്ളി നല്ല നെരിയിച്ചിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നെരിയിച്ചിട്ട് അതിലേക്ക് ബീഫ് ഇട്ടിട്ട് അന്ന് ഇതുപോലെ ഒന്നല്ല വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് കുറേ ടൈം എടുത്തിട്ട് കേട്ടോ ഈ മസാല റെഡിയാക്കി എടുക്കാറുള്ളത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതുപോലെ ഒന്ന് മിക്സിയിൽ ചെറുതാക്കി പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബീഫ് മിക്സിയിലിട്ട് അടിക്കും നല്ലൊന്ന് മാവ് പോലെ അടിഞ്ഞു പോകരുതിട്ട് ഇതുപോലെ ആരായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബീഫൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണതിലേക്കാണ് കേട്ടോ കോഴിയുടെ ടേസ്റ്റ് കൊടുക്കേണ്ടത്.
അപ്പോൾ അതുപോലെ ഞാൻ കുറച്ച് ടൈം ഇതുപോലെ മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗരം മസാല ചേർത്തതിന് ശേഷം നല്ലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഞാൻ നല്ലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മല്ലിയില, കറിവേപ്പില ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ അത് ആ കോഴിവടയിലേക്കുള്ള അടിപൊളിയായിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിവടയ്ക്കുള്ള മാവ് കുഴച്ച് വെച്ചില്ല, അതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ മാവ് ഇത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്ന് വലിയൊരു ഉരുളെടുത്തിട്ട് ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് വലിയൊരു പത്തിരിയാക്കി പരത്തിയെടുക്കാം കേട്ടോ ചെയ്യണത്. അപ്പോൾ പത്തിരി ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് പൊടി അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് വേണ്ട പരത്തിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പം പൊടി കൂടുതലായി ഇടാനും പാടില്ല, ആവശ്യത്തിന് പൊടി മാത്രം ഇട്ടിട്ട് പരത്തിയെടുക്കാം. പൊടി കൂടുതൽ ഇട്ടാൽ പത്തിരി നമ്മൾ കോഴിവട അതുപോലെ പല്ലൊക്കെ വെച്ച് വരുമ്പോൾ ഒട്ടി കിട്ടില്ല. അപ്പോൾ അത്യാവശ്യം പൊടി ഇട്ടിട്ട് മാത്രം പരത്തിയെടുക്കാം. അപ്പോൾ അതുപോലെ വലിയ പത്തിരിയാക്കി ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വെട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കോഴിവട നമുക്ക് എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ഹോർലിക്സ് കുപ്പിയുടെ അടപ്പ് വെച്ചിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മുഴുവനായിട്ട് ഞാൻ അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് പത്തിരൊക്കെ ഞാൻ അതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചൊരു തിക്നെസ്സിൽ വേണം കേട്ടോ നമ്മൾ ഈ പത്തിരി ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് പത്തിരി പൊട്ടിപ്പോവും. നമ്മൾ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ മസാലകളൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന എണ്ണയിൽ പോകട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയിൽ വേണം നമ്മളിതുപോലെ പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് വെച്ചതിലേക്ക് നമ്മളെ ഫില്ലിങ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത്, അതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് കോഴിവടക്കുള്ള പല്ല് വെച്ചെടുക്കണം. അപ്പോൾ കോഴിവട എന്ന് പറയുമ്പോൾ തന്നെ ഈ പല്ലിലാട്ടോ കോഴിവടൻ്റെ ഭംഗി കാണാൻ. അപ്പോൾ അതുപോലെ മടക്കി ഇതുപോലെ നമുക്ക് പല്ല് വെച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ കോഴിവടൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മളെ കോഴിവട ഇതുപോലെ മുഴുവനായിട്ട് പല്ലൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാൻ അതുപോലെ ചീനച്ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിലേക്ക് നമുക്കിതിലേക്ക് ഓരോ കോഴിവട ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കോഴിവട ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിതിലേക്ക് മാവ് കുഴക്കുമ്പോൾ ഓയിലൊക്കെ ചേർത്തല്ലേ, അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ കോഴിവട ഫ്രൈ ആയി വരും കേട്ടോ. അപ്പോൾ അത് 4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള കോഴിയുടെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കോഴിയോടും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതാണ് സൂപ്പർ ടേസ്റ്റിലുള്ള കഴിച്ചാലും നമുക്ക് പൂതിയിടാത്ത കോഴിവട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ റുഫാറി കിച്ചൺ എന്നാണ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.